സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 10 പേരെ വിവാഹം ചെയ്തു മുങ്ങിയ യുവതി തിരുവനന്തപുരത്ത് പിടിയിൽ. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് ആര്യനാട് പോലീസിന്റെ പിടിയിലായത്. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയെ വെല്ലുന്ന കഥകൾ മെനഞ്ഞുമായിരുന്നു തട്ടിപ്പ്. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ച രേഷ്മ തിരുവനന്തപുരത്തുള്ള പഞ്ചായത്ത് അംഗവുമായി വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പിടിയിലായത്. രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതിശ്രുത വരനും ബന്ധുവും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, 2-3 വിവാഹം തട്ടിപ്പ് നടത്തിയ വീരന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു യുവതി 10 പേരെ തട്ടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമർത്ഥയായിരിക്കണം അവർ? എന്തായിരുന്നു അവരുടെ ഒരു തട്ടിപ്പ് രീതി? രഞ്ജിത്ത്, തീർച്ചയായും നമ്മൾ ഇത്തരം കഥകളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും അത് മിക്കപ്പോഴും യുവാക്കളായിരുന്നു ഈ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതും 4 വിവാഹം വരെയൊക്കെ കഴിച്ച് 4 വിവാഹ തട്ടിപ്പുകൾ, അങ്ങനെയൊക്കെയാണ് ഇതുവരെ കേട്ട കഥകൾ. പക്ഷേ 10 പേരെ വിവാഹം ചെയ്ത് തട്ടിപ്പ് നടത്തിയ യുവതിയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സിനിമാ കഥ പോലും വെല്ലുന്ന തരത്തിലായിരുന്നു ഇവരുടെ ഈ തട്ടിപ്പ് എന്നാണ് വിവരം. തന്നെ ദത്തെടുത്തതാണെന്നും ഈ അമ്മയ്ക്ക് തന്നെ ഇഷ്ടമില്ല, മർദ്ദിക്കാറുണ്ട് എന്നൊക്കെയാണ് ഈ യുവതി പ്രതിശുദ്ധവാരനോട് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ യുവതിയുടെ പെരുമാറ്റത്തിൽ പലപ്പോഴായി ഈ ചില അസ്വാഭാവികതകൾ തോന്നിയതിനെ തുടർന്നാണ് യുവാവ് ഈ യുവതിയുടെ ബാഗ് പരിശോധിക്കുന്നതും അതിനെ തുടർന്നാണ് പിന്നീട് ഈ യുവതി മുൻപ് വിവാഹം കഴിച്ച രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതും. അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തു വരുന്നത്. ഇവർ മറ്റ് പല ജില്ലകളിൽ, അതായത് വിവിധ ജില്ലകളിലായാണ് ഈ 10 പേരെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം 45 ദിവസങ്ങൾക്ക് മുൻപാണ് മുൻപത്തെ വിവാഹം നടന്നത്. അതിനുശേഷം പിന്നീട് ഈ തിരുവനന്തപുരം സ്വദേശിയായ പഞ്ചായത്ത് അംഗമായ യുവാവുമായി വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു മാളിൽ വെച്ച് തമ്മിൽ കാണുന്നത്. അതായത് ഈ പത്രത്തിൽ പരസ്യം കണ്ട്, ഓൺലൈൻ വിവാഹ പരസ്യം കണ്ടാണ് യുവാവ് യുവതിയുമായി ബന്ധപ്പെടുന്നത്. അന്ന് യുവതിയുടെ അമ്മയാണെന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ ഈ യുവാവിനോട് സംസാരിക്കുന്നതും. പിന്നീട് ഇരുവരും തമ്മിൽ നേരിട്ട് കാണുന്നു. അതിനുശേഷം നേരിട്ട് കാണുന്ന ആ ഘട്ടത്തിൽ ഈ യുവതി പറയുന്നത് ഈ സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ള ചില കഥകളാണ് പറഞ്ഞത്. തന്നെ അമ്മ ദത്തെടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ല, പലപ്പോഴായി മർദ്ദിക്കാറുണ്ട്, അതുകൊണ്ട് ഉടൻ വിവാഹം വേണമെന്ന് യുവതി ആവശ്യപ്പെടുന്നു. അങ്ങനെ യുവതിയുടെ കഥകളൊക്കെ കേട്ട് യുവാവ് ഇന്നലെ വിവാഹം നടത്താമെന്ന് സമ്മതിച്ചിരുന്നു. പിന്നീട് ഇന്നലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ യുവതിയെ ഈ യുവാവ് കൊണ്ടുപോയി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. യുവതിക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു നൽകി. പക്ഷെ അതിനെ തുടർന്ന് ഈ വിവാഹത്തിന് തൊട്ട് മുൻപ് ചില ബ്യൂട്ടീഷ്യൻ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് യുവതി ഈ ബ്യൂട്ടി പാർലർ കയറിയ സമയത്ത് യുവാവിന് എന്തൊക്കെയോ സംശയങ്ങൾ, യുവതിയുടെ പെരുമാറ്റത്തിൽ, രേഷ്മയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതിനെ തുടർന്നാണ് ഈ യുവതിയുടെ രേഷ്മയുടെ ബാഗ് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് മുൻപ് നടത്തിയ വിവാഹത്തിന്റെ രേഖകൾ അടക്കം ഈ യുവതിയുടെ ബാഗിൽ നിന്നും കണ്ടെടുക്കുന്നതും. അങ്ങനെ യുവാവിന് ഈ തട്ടിപ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാവുകയായിരുന്നു. പിന്നീട് പോലീസിൽ പരാതി നൽകി. അങ്ങനെ ഇന്നലെ വിവാഹ മണ്ഡപത്തിലേക്ക് കയറാൻ ചെന്ന യുവതിയെ പോലീസ് നാടകീയമായി പിടികൂടുകയായിരുന്നു. അങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. എന്തായാലും ഇതുവരെ കേട്ടത് ഈ യുവാക്കൾ പ്രതികളായിട്ടുള്ള കഥകളായിരുന്നെങ്കിൽ അവരെയൊക്കെ എന്താ പറയാ, ഈ കഴിഞ്ഞ ആ ഒരു കഥകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് യുവതിയുടെ ഈ പ്രകടനവും ഈ തട്ടിപ്പുമെല്ലാം. എന്തായാലും വിവിധ ജില്ലകളിലായി 10ഓളം പേരെ വിവാഹം ചെയ്തു. ഒരുപക്ഷെ പിടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ മറ്റ് ജില്ലകളിൽ കൂടി യുവതി വിവാഹം കഴിക്കുമായിരുന്നു, തട്ടിപ്പ് നടത്തുമായിരുന്നു. അടുത്ത മാസം യുവതി തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാളുമായി വിവാഹം ഉറപ്പിച്ചതായും വിവരങ്ങളുണ്ട്. അതായത് വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ യുവതി അതിസമർത്ഥമായി താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഒരു അമിത ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു ഇത്രയും കാലം തട്ടിപ്പ് നടത്തിയതും. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു യുവതി ധരിച്ചിരുന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും യുവതി 2 വയസ്സുകാരിയായ ഒരു മകളുടെ അമ്മയാണ്. ഒപ്പം തന്നെ നിരവധി കേസുകളിൽ ഇനിയിപ്പോൾ ഈ വിവാഹ തട്ടിപ്പിന്റെ ഒക്കെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ സിനിമാ കഥ പോലും വെല്ലുന്ന തരത്തിലുള്ള കഥകൾ തന്നെയാണ് രഞ്ജിത്ത് പുറത്തു വരുന്നത്. ഈ തട്ടിപ്പ് നേരത്തെ ഷംന പറഞ്ഞതുപോലെ ഇയാൾക്ക് സംശയം തോന്നി പരിശോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇനിയും തട്ടിപ്പുകൾ നടത്തിയേനെ. കാരണം ഈ 10ഓളം ആളുകൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ? ഈ ഏറ്റവും ഇപ്പോൾ വിവാഹം നടക്കാൻ പോകുന്ന ഈ പഞ്ചായത്ത് അംഗം മാത്രമാണോ പരാതി നൽകിയിരിക്കുന്നത്? ഇതിന് മുൻപുള്ള ഇവർ തട്ടിപ്പ് നടത്തിയ ആളുകളൊന്നും ഇതുവരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണോ?
തീർച്ചയായും രഞ്ജിത്ത്, മുമ്പ് യുവതിക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ വന്നതായൊന്നും വിവരമില്ല. ഈ യുവാവിന് സംശയം തോന്നിയതിന്റെ പുറത്ത് മാത്രമാണ് ഈ ബാഗ് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് ഈ രേഖകൾ ഉൾപ്പെടെ കെട്ടുന്നതും. ഒരുപക്ഷെ ഇത്തരം തെളിവുകളൊക്കെ യുവതി ഡിജിറ്റലായാണ് സൂക്ഷിച്ചിരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ പലപ്പോഴും മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പലരും ഫോണിൽ സൂക്ഷിച്ചു വെക്കുന്ന കാര്യമുണ്ട്. അങ്ങനെയുള്ള ഡിജിറ്റൽ തെളിവുകളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ യുവാവിന് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു എന്നതും എടുത്തു പറയണം. കാരണം യുവതി ബ്യൂട്ടി പാർലറിനകത്തേക്ക് കയറിയ സമയത്ത് ഈ ബാഗ് പുറത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ബാഗ് പരിശോധിക്കുന്നതും. അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. നിലവിൽ മറ്റ് പുരുഷന്മാർ, അതായത് യുവതി തട്ടിപ്പ് നടത്തിയ മറ്റാരെങ്കിലും പരാതിയുമായി എത്തിയ വിവരമില്ല. പക്ഷെ ഇനി വൈകാതെ തന്നെ ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ, തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ മറ്റ് ജില്ലകളിലുള്ള യുവാക്കൾ കൂടി, അതായത് യുവതി അടുത്ത മാസം ഉൾപ്പെടെ കല്യാണം നിശ്ചയിച്ചിരുന്നു, അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ 10 ജില്ലകളിലായി അതിസമർത്ഥമായി തട്ടിപ്പ് നടത്തിയ യുവതിക്ക്, അമിത ആത്മവിശ്വാസമുള്ള യുവതിക്ക് ഇനി നിസ്സാരമായും അത് തങ്ങൾക്ക് മറ്റെല്ലാ ജില്ലകളിലും ചെയ്യാൻ കഴിയുമെന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെ തകർന്നു പിടിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഒന്നും രണ്ടുമല്ല, 10 വിവാഹങ്ങളാണ് ഈ യുവതി നടത്തിയത്. ഏറ്റവും ഒടുവിൽ അടുത്ത മാസവും ഒരു വിവാഹം നിശ്ചയിക്കാനിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ഈ സംഭവം ഈ പഞ്ചായത്ത് അംഗമായ പുതിയ വരൻ കണ്ടെത്തുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഇനിയുള്ള കുറേ പുരുഷന്മാർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്.